പൂരനഗരിയായ തൃശൂരിൽ കലാപൂരത്തിന് കൊടിയുയർന്നു. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 5 നാൾ നീണ്ടു നിൽക്കുന്ന കൗമാര കലാസംഗമത്തിൽ 25 വേദികളിലായി 15,000-ഓളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. ഇലഞ്ഞിത്തറമേളത്തെ അനുസ്മരിക്കും വിധം പാണ്ടിമേളം കൊട്ടിക്കയറിയാണ് കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് തേക്കിൻകാട് മൈതാനത്ത് തുടക്കം കുറിച്ചത്. 64 വിദ്യാർത്ഥികൾ കുടമാറ്റം നടത്തി. ഗാനരചയിതാവ് BK ഹരിനാരായണൻ പ്രത്യേകം ചിട്ടപ്പെടുത്തിയ കലോത്സവ സ്വാഗതഗാനം കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ നൃത്താവിഷ്കാരമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കരോൾ സംഘത്തിന് നേരെയുള്ള അതിക്രമങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രി വേദിയിൽ ഉയർത്തി. മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന എല്ലാ ഛിദ്ര ആശയങ്ങളെയും തള്ളിക്കളയാനും മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന കലയെ ഉയർത്തിപ്പിടിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ സ്കൂൾ കലാമേളയുടെ സന്ദേശം അതായിരിക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയുടെ വരികൾ പരാമർശിച്ചായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ സന്ദേശം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കയ്യിൽ പിടിച്ചിട്ടുള്ള ഒരു ഗ്ലാസ്സിൽ എഴുതിയ വാചകം ഇന്ന് വലിയ ജനശ്രദ്ധ നേടിയിരിക്കുകയാണ്. ലവ് യു ടു ദം മൂൺ ആൻഡ് ബാക്ക്. അതെ, നസീവുമായ സ്നേഹം നിങ്ങളോട് ഓരോരുത്തരോടും ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. നിങ്ങളാണ് ഈ നാടിൻ്റെ ഭാവി. എല്ലാവിധ വേർതിരിവുകൾക്കും അതീതമായി കലയുടെ ഈ വസന്തോത്സവ നമുക്ക് നെഞ്ചിലേറ്റ. സംസ്ഥാനത്തിന് കേന്ദ്രം പണം നൽകുന്നില്ലെന്നും V ശിവൻകുട്ടി. ഇതോടെ ഇരുവർക്കും മറുപടിയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും രംഗത്ത്. മറ്റ് രാഷ്ട്രീയപരമായ പരാമർശങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗരിമ, ഇതിൻ്റെ ഒരു അന്തസ്സ് നിലനിർത്തുന്നതിന് വേണ്ടി മറുപടി പറയാൻ വേണ്ടി ഞാൻ ഇവിടെ മുതിരുന്നില്ല. മന്ത്രിമാരായ K രാജൻ, R ബിന്ദു, മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ IM വിജയൻ, ചലച്ചിത്ര താരം റിയ ഷിബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.